ഹലോ അസ്സലാമു അലൈക്കും. എടാ നമ്മൾ പ്ലസ് ടുവിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ സമ്മറി ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ സമ്മറിയാണ്. ഈ ഓരോ പാഠഭാഗത്തിലും എന്താണ് പറയുന്നത് എന്ന് ആഗ്രഹം ഒരുപാട് കുട്ടികൾ പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാപ്റ്റർ മുഴുവൻ വായിക്കാൻ നേരെ വെച്ചാൽ ചുരുക്കിയിട്ട് ആ പാഠത്തിൽ എന്താ പറഞ്ഞതെന്ന് ചുരുക്കി പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നിങ്ങൾക്ക് എസ്സെ എഴുതാനും അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ പാരാഗ്രാഫ് എഴുതാനും ഒക്കെ ഈ ഒരു സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എഴുതാൻ കേട്ടോ, ഷോർട്ടാക്കി എഴുതാനൊക്കെ. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. അപ്പം ആ രണ്ടാമത്തെ യൂണിറ്റിൽ 3 പാഠമാണുള്ളത്. ഒന്നാമത്തെ പാഠം ഒരു കവിതയാണ്. നാമു വലാ തസ്തൈഖിദു എന്ന് പറഞ്ഞത് ഒരു കവിതയാണ്. അപ്പോൾ ആ കവിതൻ്റെ ഒരു സമ്മറി ആ ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിലും കവിത മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലോ കവിതനെ കുറിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് സ്ഥിരമായി ചോദിക്കലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാൽ ഈ ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, നാമു വലാ തസ്തൈഖിദു. നാമു വലാ തസ്തൈഖിദു എന്ന് പറയുന്നത് അതൊരു കവിതയാണ്. എതഹദ്ദസു സംസാരിക്കുന്നു അഷാഇറു കവി മഅറൂഫ് റുസാഫി. മഅറൂഫ് റുസാഫി എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ആ കവിത എഴുതിയിട്ടുള്ള ആൾ. ഫി അൽ ഖസീദ, ഈ കവിതയിൽ അൻ മഷാക്കിലിൽ മുജ്തമ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, വ ഇസ്തിബ്ദാദി വൽമ് അല്ലേ, അതേപോലെ തന്നെ അവർ നേരിടുന്ന അക്രമങ്ങളെക്കുറിച്ച്, ഒരു സമൂഹം നേരിടുന്ന അക്രമങ്ങളെക്കുറിച്ചൊക്കെയാണ് കവിത പറഞ്ഞത്. അപ്പോൾ ഈ കവിതയുടെ പ്രത്യേകത ഉണ്ട്. ഇത് പിന്നെ 1950 കാലഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ ഇന്ത്യ പിന്നെ എന്താ പറയുക, ഇന്ത്യ ഒക്കെ കീഴടക്കിയിരുന്നത് പോലെ തന്നെ ഇറാഖിൽ അധിനിവേശം നടത്തുകയും ഇറാഖിലെ അതൊരു കോളനിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ആ നാട്ടിലെ യുവാക്കൾ രംഗത്തിറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അന്ന് കഥയും കവിതയൊക്കെയാണുള്ള ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു പണിയെടുക്കാതെ യുദ്ധത്തിനൊന്നും അല്ലെങ്കിൽ സമരത്തിനൊന്നും ഇറങ്ങാത്ത യുവാക്കളെ പരിഹസിച്ചുകൊണ്ടുള്ള കവിതയാണ്. ഇതൊരു പരിഹസിക്കുന്ന രൂപത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഈ പരിഹാസ രൂപേണ എഴുതിയ കവിത ആളുകൾക്കിടയിൽ ഒരുപാട് ചർച്ചയാവുകയും ആ ചർച്ച ആളുകളെ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ ആവേശം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അവരെ പിന്നീട് അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. വഖദ് കതബ ഷായിറു, കവിത എഴുതിയിട്ടുള്ളത് ഹാദിൽ ഖസീദ ബി ഉസ്ലൂബി, ശൈലിയിലാണ്. സാഹിറിൻ അല്ലേ, സാഹിർ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നവനായിക്കൊണ്ടാണ് കവിത എഴുതിയിട്ടുള്ളത് അല്ലേ. സുഹരിയത്ത് ആണ് പരിഹാസ കാവ്യത്തിന് പറയാം. ലി ഇസാറത്തി ഷുഊർ, വികാരം ഇളക്കി വിടുന്ന. ലിദ്ദൽ ഇഖ്തിലാൽ ലൗദുൽമി, ഇഖ്തിലാൽ എന്ന് പറഞ്ഞാൽ അധിനിവേശക്കാർ, ആ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയ ആളുകൾ. വൽദുൽമ, അക്രമത്തിനും അധിനിവേശക്കാർക്കും എതിരെ വികാരമിളക്കി വിടുന്ന ഒരു കവിതയായിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. യദൂ അഷായറു, കവി ക്ഷണിക്കുന്നു അന്നാസ, ജനങ്ങളെ, ബിസൂറത്തിൻ, സാഹിറത്തിൻ, പരിഹസിക്കുന്ന രൂപത്തിലാണ് കവി ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല നൗമ്, പിന്നെ ഉറക്കത്തിലേക്ക്. വ അദമുൽ ഇസ്തിഖ്ലാൽ, അവരോട് പറയുന്ന വാക്കെന്താണ്, നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയിക്കോളൂ. വ അദം, ഒഴിവാക്കണം. ഇസ്തിഖ്ലാൽ, ഉണരുക എന്നുള്ളതിനെ ഒഴിവാക്കി നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയിക്കോളൂ എന്ന് കവി പറയുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെയാണോ പറയേണ്ടതല്ല, നിങ്ങൾ ഉറക്കം ഒഴിവാക്കി ഉണരണം എന്നാണ് പറയേണ്ടത്. പക്ഷെ അവരെ കളിയാക്കിയിട്ട് പറയണതാണ് നിങ്ങൾ ഉറങ്ങിക്കോളൂ, നിങ്ങൾ ഉണരണ്ട എന്നാണ് കവി പറയുന്നത്. വ യഖൂലു ലഹും, അവരോട് പറയുന്നു, അല്ലാ തതദഖറു, നിങ്ങൾ പ്രവേശിക്കേണ്ട ഫിഷുഊനി, പ്രവർത്തനത്തിൽ, സിയാസിയ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ പ്രവേശിക്കേണ്ട എന്ന് കളിയാക്കി പറയുന്നു. അല്ലാ യതഅല്ലമു, നിങ്ങൾ പഠിക്കേണ്ടതില്ല. അല്ലാ യസ്അലു, നിങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല. അൻ ഹുക്കൂക്കി, നിങ്ങൾ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങളൊന്നും ചോദിക്കുകയോ നിങ്ങളൊന്നും പഠിക്കുകയോ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുകയോ ചെയ്യണ്ട എന്ന് കളിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു പറയും. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. അവർ ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വഹുവ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ലിലാ യുരീദു മിൻഹും ദാലിക, അദ്ദേഹം അതല്ല ഉദ്ദേശിക്കുന്നത്. ബൽ, എന്നാൽ യുരീദു അൻ യൂഖില ഫീഹിം, അവർ ഉണരണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഫീഹിം റൂഹൽ വഅയി അൽ മുഖാവമ അല്ലേ, അവരെന്ത് ചെയ്യണം, പിന്നെ ശക്തമായി പോരാടുകയും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അവർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് കവി എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനിയോ വയുഹദ്ദിറു അഷ്ഷായിറു, കവി എന്ത് ചെയ്യുന്നു, ജാഗ്രത നൽകുന്നുണ്ട്. മിനൽ ജഹലി, അജ്ഞതയിൽ നിന്ന്. വൽ ഹുമൂലി, പിന്നെ ഹുമൂൽ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥ, എല്ലാം മറച്ചു വെക്കുക എന്ന കളത്തിൽ. അപ്പോൾ ഒന്നും അറിയാതിരിക്കുന്ന, അജ്ഞരായിരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് കവി എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ജാഗ്രതയിൽ അവരെ താക്കീത് ചെയ്യുന്നു, അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യുബയ്യിനു, കവി വ്യക്തമാക്കുന്നു, അന്ന തഅല്ലുമുൽ വഅയ,
അല്ലേ? തീർച്ചയായിക്കൊണ്ടും കാര്യത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്, വൽ മുഷാറക്ക അതിൽ പങ്കെടുക്കുക എന്നുള്ളത്, ഫിൽ ഖലായ പ്രശ്നങ്ങളിൽ, മുജ്തമ സമൂഹം അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ പങ്കാളിയാവുക എന്നുള്ളതും, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതും, ഉമൂർ ളുറൂറിയത്തുൻ അനിവാര്യമായ കാര്യമാണെന്ന് കവി ഓർമ്മപ്പെടുത്തുന്നു. തക്കദ്ദും വിജയിക്കാൻ വേണ്ട അനിവാര്യ കാര്യമാണെന്നാണ് കവി ഓർമ്മപ്പെടുത്തുന്നത്. കമാ യസ്ഖർ അതേപോലെ പരിഹസിക്കുന്നുണ്ട്, മിനല്ലദീന യഖ്ലഊന എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്ന ആളുകൾ, ലിത്തൊലാലിമീൻ അക്രമികളായ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന ആളുകളെ കവി എന്ത് ചെയ്യുന്നുണ്ട്? പരിഹസിക്കുന്നുണ്ട്. യഷ്കുറൂനഹും നിങ്ങൾ അവരോട് നന്ദി കാണിച്ചോളൂ, അലാമ യഫ്അലൂന ബിഹിം അവർ നിങ്ങളോട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ. സത്യത്തിൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടുന്ന അവരെ അനുസരിക്കുന്ന ആൾക്കാരോട് പറയാണ്, അവരെന്താണോ ചെയ്യുന്നത് അതിന് നിങ്ങൾ അവർക്ക് നന്ദി കാണിച്ചുകൊണ്ടേ ഇരുന്നോളൂ എന്ന് പറയാണ്. വഫി നിഹായത്ത് അൽ ഖസീദ ഈ ഖസീദയുടെ നിഹായത്ത് അവസാനത്തിൽ യക്ഷിഫു അഷായിറു കവി കണ്ടെത്തുന്നു മഖ്സിദ അസ്സാഹിർ അല്ലേ, പരിഹാസത്തിന് ലക്ഷ്യം ചെയ്യുന്നുണ്ട്. കവി പറയുന്നുണ്ട് ഫഹുവ യദ്ഉന്നാസ് അദ്ദേഹം ആളുകൾ ക്ഷണിക്കുന്നത് ഇലൽ യഖ്ലസ് ഉണർവിലേക്കാണ്, വൽ വഅയ് പോരാട്ടത്തിലേക്കാണ്, വ ഇലൽ മുഖാവമ പ്രതിരോധത്തിലേക്കാണ്, ഔൽമ് അക്രമത്തിനെതിരെ, വൽ ഇസ്തിബ്ദാദ് അതേപോലെ തന്നെ തിരിച്ചു പിടിക്കുന്നതിലേക്കാണ്. അപ്പോൾ അക്രമത്തിനെതിരെ എല്ലാം തിരിച്ചു പിടിക്കുന്ന അതേപോലെ തന്നെ പോരാടുന്ന ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യണത്? കവി ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വഇലാ തഅല്ലും അറിവ് നേടുന്നതിലേക്കാണ്, അൽ മുത്താലബ ബിൽ ഹുഖൂഖ് അവകാശങ്ങൾ ആവശ്യപ്പെടുന്നതിലേക്കാണ് കവി എല്ലാം എന്ത് ചെയ്യണ്? ക്ഷണിക്കുന്നത്. അപ്പോൾ ബിദാലിക് അതുകൊണ്ട് യുരീദു അഷാഇറു കവി ഉദ്ദേശിക്കുന്നത് ബിനാ അൽ മുജ്തമ വാഇൻ മഹുറിൻ സ്വതന്ത്രമായ ശക്തമായ ഒരു ധീരതയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണ് കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവിതൻ്റെ ഒരു ആശയം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാവാത്ത ക്ലിയർ പറഞ്ഞ ഒന്നുകൂടി നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ കവിതയുടെ ഒരു സമ്മറി ചുരുക്കി പറഞ്ഞു തന്നു. ഓക്കെ, മനസ്സിലാവാത്ത ഭാഗം കൊണ്ട് കണ്ടു നോക്കാം. രണ്ടാമത്തെ ഭാഗം ഷുർത്തിൽ മുറൂർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഖിസ്സത്തുൻ സഗീറ ഖിസ്സ സഗീറയാണ്, ചെറുകഥ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഈ കഥയുടെ പ്രത്യേകത ഹമൂദ എന്ന് പറയുന്നൊരു കുട്ടിയുടെ കഥയാണ്. ഹമൂദ എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി കാലിന് വൈകല്യമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് നടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ കുട്ടിയുടെ ചെറുപ്പത്തിൽ എഴുത്തുകാരൻ കുട്ടിയെ കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താവണം? കുട്ടി പറഞ്ഞു, എനിക്ക് ട്രാഫിക് പോലീസ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും ട്രാഫിക് പോലീസ് ആവാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുത്തുകാരൻ ചോദിക്കുന്നുണ്ട്, ട്രാഫിക് പോലീസോ? അതെങ്ങനെ നിനക്കാവാൻ പറ്റുക? പറഞ്ഞു, ട്രാഫിക് പോലീസിനാണ് ഏറ്റവും വലിയ അധികാരമുള്ളത്. ട്രാഫിക് പോലീസിൻ്റെ അവന് വാചാലം സംസാരിക്കുകയാണ്. അത് സുൽത്താനെ പോലെയാണ് ട്രാഫിക് പോലീസ്. അങ്ങനെ ട്രാഫിക് പോലീസ് ആയിക്കഴിഞ്ഞാൽ ഒരു രാജാവ് സുൽത്താൻ കടന്നു വന്നാലും ട്രാഫിക് പോലീസ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോവും. അപ്പോൾ ആ ഒരു റോഡിൽ പോലും ട്രാഫിക് പോലീസിനെ രാജാക്കന്മാർ സുൽത്താനൊക്കെ അംഗീകരിക്കും. ഏറ്റവും പവറുള്ള ജോലിയാണ് ട്രാഫിക് പോലീസ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ കഥ ഇങ്ങനെ കേട്ട സമയത്ത് ഈ കവിയോട് ഈ എഴുത്തുകാരനോട് ഹമൂദ ഇതൊക്കെ തന്നെ പറയുന്ന സമയത്ത് ഇത് കേട്ട് നിൽക്കുന്ന വേറെ ഒരു പയ്യന് ഈ ഹമൂദിനെ കളിയാക്കും. വൈകല്യമുള്ളവനെ, ഇതിൻ്റെ അത്യാഗ്രഹമാണ് ട്രാഫിക് പോലീസ് ആവില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പോൾ ഹമൂദക്ക് ദേഷ്യം പിടിക്കും. ഹമൂദ ഇവനുമായിട്ട് അടിപിടി കൂടി എല്ലാവരും കൂടി പിടിച്ചു വെക്കും. അങ്ങനെ എല്ലാവരും മുമ്പിലും ഹമൂദ ആകെ വഷളാവും, നാണം കെട്ടുപോകും. പിന്നീട് ഹമൂദ ആരോടും മിണ്ടൂല. പിന്നെ മനസ്സിലെന്താണ്, എങ്ങനെയെങ്കിലും ട്രാഫിക് പോലീസ് ആവണം എന്നുള്ള നിലക്ക് ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്യുന്ന, പഠിക്കാൻ ശ്രമിക്കണം, ആരോടും സംസാരിക്കില്ല, എല്ലാ സമയത്തും വടിയില്ലാതെ നടക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവസാനം ഈ എഴുത്തുകാരെ ദിവസം കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എന്തായി നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെ സ്വപ്നമൊക്കെ എന്തായെന്ന് ചോദിക്കുന്ന സമയത്ത് ഹമൂദ മറുപടി കൊടുക്കുന്നുണ്ട്. ഹമൂദ പറയുന്നുണ്ട്, ട്രാഫിക് പോലീസിനെ ഞാൻ മറന്നാലും എന്നെ ട്രാഫിക് പോലീസ് മറക്കൂല. എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ട്രാഫിക് പോലീസ് ആവുമെന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ജംഗ്ഷനിൽ എഴുത്തുകാരൻ ചായ കുടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കാഴ്ച കാണുന്ന എന്താണ്? അവിടെ ഹമൂദ ട്രാഫിക് പോലീസായിട്ട് എല്ലാം നിയന്ത്രിക്കുന്നൊരു കാഴ്ച കാണാം. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്ത ഒരാളാണ്, പക്ഷേ അവൻ അതെല്ലാം അവൻ്റെ പരിശീലനത്തിലൂടെ മാറ്റിയെടുത്ത് വാശി പിടിച്ച് അവൻ്റെ ലക്ഷ്യം അവൻ നേടിയെടുത്തു എന്നുള്ളൊരു മെസ്സേജാണ് എന്തിന് കവിത ഈ കഥ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് ഈ കഥയുടെ സമ്മറിയിലേക്ക് പോവാം. ഹാദി ഖിസ്സത്തുൻ ഈ കഥ ജമീലത്തുൻ ഭംഗിയുള്ള കഥയാണ്. ഈ സൊബീൻ ഒരു കുട്ടിയുടെ
മഷ്ലൂൽ വൈകല്യമുള്ള ഒരു കുട്ടിയുടെ ഒരു കഥയാണ്. ഫി സാക്കൈ കാലിന് വൈകല്യമുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇത്. അവൻ്റെ പേരെന്താണ്? ഹമൂദ എന്നാണ്. ലാ യാരിഫു അൻഹു വാലിദൈ, അവൻ്റെ ഉപ്പയും ഉമ്മി ആരാണെന്നൊന്നും അവനക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മൂലയിൽ കഴിയുന്ന ഒരാളാണ് അവൻ. കാനത്ത് ഉമ്നിയത്തഹു, അവൻ്റെ ആഗ്രഹം എന്താണ്? അൻ യക്കൂന, ആയിത്തീരണം, ഷുർത്തിൽ മുറൂർ, ട്രാഫിക് പോലീസ് ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഷുർത്തിൽ മുറൂർ എന്നാണ് ട്രാഫിക് പോലീസ്. ദാത്ത യോമിന്, ഒരു ദിവസം അറള അമൂദ പ്രകടിപ്പിച്ചു ഉമ്നിയത്തഹു, അവൻ്റെ ആഗ്രഹം, അമാമൽ കാത്തിബ്, എഴുത്തുകാരൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? ആഗ്രഹം പ്രകടിപ്പിച്ചു. ഫസഖറഹു, അപ്പോൾ അവനെ കളിയാക്കി, ഗുലാമുൻ, ഒരു പയ്യൻ, മിൻ ഹാലിരീന ഹുനാക്ക്, അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തു? അവനെ കളിയാക്കി. ഫളിബ ഹമൂദ, അപ്പോൾ ഹമൂദ ദേഷ്യപ്പെട്ടു, ഒളബൻ ഷദീദൻ, ശക്തമായി ദേഷ്യപ്പെട്ടു. കാനത്ത് തിൽക്ക സുഹരിയ, ആ പരിഹാസം നുക്തത്തുൻ തഹവുൽ, ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഫി ഹയാത്തി ഹമൂദയുടെ ജീവിതത്തിൽ. ദാലിക്ക, അതിനുശേഷം ബദ്ദല ഹമൂദയിൽ മാറ്റമുണ്ടായി, ജുഹദൻ കബീറൻ, ശക്തമായ പോരാട്ടമുണ്ടായി. നീല് നേടിയെടുക്കാൻ ഉമ്നിയത്തി, അവൻ്റെ ആഗ്രഹം നേടിയെടുക്കാനുള്ള പ്രവർത്തനം അവൻ ചെയ്യാൻ തുടങ്ങി. അഖീറിന്, അവസാനം ഹക്കക്ക ഹമൂദ നേടിയെടുത്തു, ഉമ്നിയത്തഹു, അവൻ്റെ ആഗ്രഹം, വസോറ, അവൻ ആയിത്തീർന്നു, ഷുർത്തിയിൽ മുറു, അവൻ ആയിത്തീർന്നു, ട്രാഫിക് പോലീസ് ആയിത്തീർന്നു. ഹക്കക്ക ഹമൂദ യാഥാർത്ഥ്യമാക്കി, ഉമ്നിയത്തഹു, അവൻ്റെ ആഗ്രഹം, ബിൽ അസീമ, ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട്, വ തഫാഉൽ, ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട്, വൽ ജുഹൂദ്, കഠിനമായ പരിശ്രമത്തോട് കൂടിയിട്ട്, അൽ മുത്തവാലി, നിരന്തരമായ പരിശ്രമത്തിലൂടെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആഗ്രഹം നേടിയെടുത്തു. ഇതാണ് രണ്ടാമത്തെ പാഠമായ ഷുർത്തിൽ മുറുന്ന കവിതയുടെ ഒരു ഷോർട്ട് സമ്മറി. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് ഹമൂദിനെ കുറിച്ച് പോയിന്റ് ചോദിച്ചാലോ അല്ലെങ്കിൽ ഈ കഥയെ കുറിച്ച് പാരഗ്രാഫ് ചോദിച്ചാലോ ഒക്കെ ഈ പോയിന്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറഞ്ഞത് കീമിയാവ് സആദ. ഇത് തീരെ പാഠഭാഗം ചോദിക്കാത്ത ഒരു ഇതാണ്. എന്നാൽ ഇതിൽ നിന്ന് ചോദിക്കൽ എന്താ വെച്ചാൽ, ഈ പാഠഭാഗത്തിൽ കുറേ പ്രധാനപ്പെട്ട കോട്ടുകൾ പറയുന്നുണ്ട് അല്ലേ, നല്ല പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കോട്ടുകളാണ് എന്ത് ചെയ്യുക? ചോദിക്കുക. നമുക്ക് ആ കോട്ടുകൾ മാത്രമാണ് ഇതിൽ നിന്ന് മീനിങ് മനസ്സിലാക്കേണ്ടത്. ആ കോട്ടുകൾ വായിച്ചാൽ തന്നെ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും. വിശദീകരിക്കാൻ പറ്റിയ കുറേ പോയിന്റാണ്. ഞാനത് വിശദീകരിക്കണില്ല, ഓരോന്നും വായിച്ചതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. ഓക്കെ, ഈ പാഠത്തിൽ പറഞ്ഞതാണ് കീമിയാവ് സആദ എന്ന് പറഞ്ഞാൽ കീമിയാവ് കെമിസ്ട്രി എന്നാണ് അർത്ഥം. സആദ വിജയത്തിൻ്റെ കെമിസ്ട്രി, വിജയത്തിൻ്റെ രസതന്ത്രം. ഓക്കെ, വിജയിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ലാ തബ്ഖൽ, നീ പിശുക്ക് ഇത് ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് ട്രാൻസ്ലേഷൻ ചോദിക്കും, പല രീതിയിലും ചോദിക്കും. അതുകൊണ്ട് ഇത് മുഴുവൻ അർത്ഥം മനസ്സിലാക്കി വെക്കാം. ലാ തബ്ഖൽ, നീ പിശുക്ക് കാണിക്കരുത്, ബിൽ ഇബ്തിസാമ, പുഞ്ചിരിക്കാൻ നീ പിശുക്ക് കാണിക്കരുത്. ബാക്കി നിങ്ങൾ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചാൽ മതി കേട്ടോ. അതൊക്കെ ക്ലാസ്സുകൾ വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് സമ്മറി മാത്രം മനസ്സിലാക്കാനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആമില നാസ, നീ ജനങ്ങളോട് പെരുമാറണം, കമാ തുഹിബു അൻ യു ആമിലൂക്ക, അവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറണം. എന്താണ്? ജനങ്ങൾ നിന്നോട് സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ബഹുമാനത്തോടെ പെരുമാറണം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ജനങ്ങളോടും അതേപോലെ പെരുമാറുന്നതാണ്. ഇതിനർത്ഥം എന്താണ്? ജനങ്ങൾ നിന്നോട് എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ നീ മറ്റുള്ളവരോട് പെരുമാറുക. സാമിഹ് മൻ അസാ ഇലൈക്ക്, നിന്നോട് തെറ്റ് ചെയ്തവരോട് നീ ക്ഷമിക്കുക. എന്ന് ഞാൻ വിശദീകരിക്കണില്ല കേട്ടോ. തെക്കെല്ലാം കലീലം, നീ കുറച്ച് സംസാരിക്കുക. വ ഇസ്തമി ജയ്യിദ്, നന്നായി കേൾക്കുക അല്ലെ, മറ്റുള്ളവരെ കേൾക്കുന്നവനാവുക, കുറച്ച് സംസാരിക്കുന്നവനാവുക. അംസിക് നഫ്സക, നീ നിന്നെ തന്നെ നിയന്ത്രിക്കുക. ഇന്ദൽ ഒളബ്, നിനക്ക് ദേഷ്യം വരുമ്പോൾ, നിനക്ക് കോപം വരുമ്പോൾ നീ നിന്നെ നിയന്ത്രിക്കുക. വളരെ പ്രധാനപ്പെട്ട ഫിലോസഫികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ലാ തഹ്കിറന്ന, നീ നിസ്സാരമാക്കരുത്, മിനൽ മഅറൂഫ്, ഒരു നന്മയും, ഷൈഅൻ വലൗ അൻ തലക്ക, നീ കണ്ടുമുട്ടുന്നത്, അഹാക്ക, നിന്റെ സഹോദരനെ, ബി വജീൻ തൊലീക്ക്, നല്ല മുഖമായിക്കൊണ്ട്. എന്ന് വെച്ചാൽ നിന്റെ സഹോദരനെ ചിരിച്ചുകൊണ്ട് കണ്ടുമുട്ടുക, നല്ല മുഖവുമായി കണ്ടുമുട്ടുക, അതൊരു നന്മയാണ്. ആ നന്മ പോലും നീ എന്ത് ചെയ്യരുത്? നിസ്സാരമാക്കരുത്. അപ്പോൾ ജീവിതത്തിൽ ഒരു നന്മയും നീ നിസ്സാരമായി തള്ളിക്കളയരുത്. നിന്റെ സഹോദരനെ ചിരിച്ചുകൊണ്ട്, ഒരാളെ കണ്ടാൽ ചിരിക്കുക എന്നുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്, അതുപോലും ചെയ്യാതിരിക്കരുതെന്ന്. അതിനൊക്കെ പ്രതിഫലമുണ്ട്, അതൊക്കെ നല്ല കാര്യമാണെന്നാണ് പറയുന്നത് ചുരുക്കം. ഓക്കെ, ലാ തസ്തബിൽ ഹസനത്തു വല്ല സയ്യ, നന്മയും തിന്മയും തുല്യമല്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധം, നിന്നോട് തിന്മ ചെയ്തവരോട് നീ നന്മ ചെയ്യുക. തൂബാലി ഷഖ്സിൻ ജഅലഹുല്ലാഹു മിഫ്തഹ ലിൽ ഖൈർ, തൂബാലി ഷഖ്സിൻ, വ്യക്തികൾക്ക് ആശംസകൾ നേരുന്നു. ജഅലഹുല്ലാഹു, അവരെ അള്ളാഹ് ആക്കിയിട്ടുണ്ടാവും, മിഫ്തഹ ലിൽ ഖൈർ, ചില ആളുകൾ നന്മയുടെ താക്കോലായിരിക്കും. മിഅലക്കൻ, പൂട്ടായിരിക്കും, ലിശ്ശർ, തിന്മയുടെ പൂട്ട്, തിന്മ ചെയ്യാത്തവർ, നന്മയുടെ താക്കോൽ, നന്മ ചെയ്യുന്നവർ.
തിന്മയുടെ പൂട്ടും നന്മയുടെ താക്കോലുമായി അള്ളാഹു ആക്കിയവരെ ഞാൻ എന്ത് ചെയ്യുന്നു, ആശംസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉഖൂലുന മംലൂഅത്തു, നമ്മളെ ബുദ്ധി തലച്ചോറ് നിറഞ്ഞിട്ടുണ്ട്, ബി അഫ്കാരിൻ ഒയറുറിൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിക്കൊണ്ട് നമ്മളെ തലച്ചോറ് നിറഞ്ഞിരിക്കുന്നു. ലിദാലിക്ക നഈഷ്, അതുകൊണ്ട് നമ്മൾ ജീവിക്കണം ഹയാത്തൻ ബിലാമ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിന്നെ ഒരു അർത്ഥമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കാൻ കാരണം നമ്മുടെ തലച്ചോറിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അധികവും എന്നുള്ളത് കൊണ്ടാണ്. ലൈസ ഷദീദു ബിസ്സുർഅ, ഗുസ്തി മത്സരത്തിൽ ശക്തി മത്സരത്തിൽ ജയിക്കുന്നവനല്ല ശക്തിമാൻ. ആരാണ്? ഇന്നമ ഷദീദു, ശക്തിമാൻ എന്ന് പറയുന്നത് യംലിക്കു നഫ്സഹു, സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ്. ഇന്ദൽ ഓളബ്, ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ പിന്നെ ശക്തിമാൻ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, മാ കുല്ലമാ എത്തമന്നൽ മർ യുദ്രിക്കു, മനുഷ്യന്മാർ വിചാരിക്കുന്നതൊക്കെ അതേപോലെ നടന്നുകൊള്ളണമെന്നില്ല. എജിരി റിയാഹു, കാറ്റ് വരുന്നു, ബിമാല എഷ്തഹി അസുഫിനു, കപ്പൽ ആഗ്രഹിക്കാതെ, കടലിലുള്ള കപ്പൽ പോകുമ്പോൾ കപ്പൽ ആഗ്രഹിക്കാതെയാണ് കാറ്റ് വരിക. ഇതേപോലെ തന്നെ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നോണമെന്നില്ല. മനുഷ്യന്മാർ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ലാ തബ്കി അല ലബ്നുൽ മസ്കൂബ്, ചിന്തിപ്പോയ പാലിനെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ചിന്തിപ്പോയ പാൽ എന്ത് ചെയ്യണം? പാലെടുത്ത് വെക്കണം. കരഞ്ഞതുകൊണ്ട് പാല് തിരിച്ചു വരുമോ? ഇല്ല. ഇലാഅത്തുൽ മിസ്ബാഹ്, വിളക്ക് തെളിയിക്കണം. ഖൈറു മിൻ സബ്ബിൽ വലാം, ഇരുട്ടായി കഴിഞ്ഞാൽ ഇരുട്ടിനെ ചീത്ത പറയുന്നതിനേക്കാൾ നല്ലത് വിളക്ക് തെളിയിക്കുന്നതാണ്. ലൈസത്തി ഷജാഅത്ത്, ഒരിക്കലും ധീരൻ എന്ത് ചെയ്യൂല, അൻ തുസിറ, ഉറച്ചു നിൽക്കുകയില്ല, അൽ ഹത്ത്, ധീരനായ ഒരാൾ ഒരിക്കലും അയാൾ ചെയ്ത തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. എല്ലാ പോയിന്റ് ഒന്നിനൊന്നും വെച്ചാണ്. അപ്പോൾ ഈ പോയിന്റുകളുടെ മീനിങ് മനസ്സിലാക്കലാണ് ഈ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ സമ്മറിയിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, നിനക്ക് നല്ലത് ഇത് മനസ്സിലാക്കാൻ തോന്നിയതുകൊണ്ടാണ് ഇത് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്ത് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്ന് ചാപ്റ്ററാണ്, കവിത, കഥ, പിന്നെ അതേപോലെ തന്നെ ഫിലോസഫി. ഈ മൂന്ന് ഭാഗവും നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്നതായിരിക്കുന്നു. ഈ മൂന്ന് ഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി എക്സാമിന് ഈ വരുന്ന ഭാഗങ്ങളിൽ ചോദ്യങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.